അമ്പലങ്ങളിൽ പോയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുമെന്ന് ദൈവങ്ങൾ പോലും പറയുന്നില്ല ചിത്രേ. പക്ഷേ ഇപ്പുറത്ത് ഈശ്വരവിശ്വാസം ഉള്ളവൻ അത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എന്തിനാണ് അവനെ എതിർക്കുന്നത്? അവൻ രക്ഷപ്പെടട്ടെ, അവൻ ജീവിക്കട്ടെ. നമ്മുടെ കർമ്മഫലം കൊണ്ടിട്ട് നമുക്കിത് മാറി വരും എന്നുള്ളത്. അപ്പോൾ ഈ കർമ്മഫലം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ജ്യോതിഷം സഹായിക്കും. ഈ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതല്ല. ഞാൻ ജീവിതത്തിൽ ചെയ്തൊരു കർമ്മം എനിക്ക് ഇപ്പൊ വളരെ തെറ്റായിട്ട് തോന്നുന്നൊരു കർമ്മമുണ്ട്. എന്തെന്നറിയോ? എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ചിത്ര ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ദോഷമാണ്. ചിത്ര പിറന്നാൽ അത്ര തോണ്ടുന്നൊക്കെ ഒരു നാട്ടിലെ മൊഴിയുണ്ട്. കള്ളത്തരമാണ്. അങ്ങനെ ജ്യോതിഷത്തിലില്ല. എന്റെ അച്ഛൻ ചിത്രയെ, എന്റെ അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത കാശ് വരും എന്നുള്ള രീതിയിൽ നമ്മൾ ശരിക്കും എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ചിത്രയെ എടുത്ത് പറയാം. ചിത്രയ്ക്ക് എത്രയോ വർഷമായിട്ട് നമ്മൾ അറിയാവുന്നവരാ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഇച്ചിരി ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ് ഒരു കാര്യത്തെ ഞാൻ കള്ളമായിട്ട് അവതരിപ്പിക്കത്തേയില്ല. എന്റെ മുമ്പിൽ ഒരാൾ വിഷമിച്ചു വന്നാൽ അവരിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. ക്ഷേത്രേ മൃദുർ ജനനമങ്കണ മണ്ഡപാദു മുത്രാസൃഗാധിപതനം പതിതാദിവേശ സോലൂകൃദ്രകരടശ്വകരോഷ്ടകോല ക്രോഷ്ട്യക്ഷടുണ്ടുപ പുരസ്സര ഗർഭവേശ എന്നൊരു പദ്യം ഈ അടുത്തിടയ്ക്ക് ആരോ ഫേസ്ബുക്കിൽ അത് ഇട്ടേക്കുന്നത് കണ്ടു. അതിൽ പറയുന്നത് പറയനും പുലയനും മണ്ണാനും കണിയാനും തട്ടാനും ഈഴവനും അടക്കമുള്ള ജാതികൾ ക്ഷേത്രത്തിൽ കയറിയുള്ള അശുദ്ധിയാണ്. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ശരിക്കും പറഞ്ഞ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടോ? അമ്പലങ്ങളിൽ പോയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുമെന്ന് ദൈവങ്ങൾ പോലും പറയുന്നില്ല ചിത്രേ. ഭഗവത്ഗീതയിൽ മുഴുവൻ പദ്യങ്ങളും കഴിഞ്ഞിട്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരമയ വിമർശയിത് അശേഷേണ യഥാ ഇച്ഛസി തഥാ കുരുവെന്ന്. ഞാൻ അതിഗഹനമായ ജ്ഞാനം നിനക്ക് പകർന്നു നൽകുന്നു. നീ ഇത് വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്ത്, വെറുതെ വിശകലനം ചെയ്തൊരു കാര്യമില്ല, വിമർശനത്തോടുകൂടി അത് നീ മനസ്സിലാക്കിയിട്ട് എന്താണോ നിന്റെ യുക്തിക്ക് നിരക്കുന്നത് എന്ന് തോന്നുന്നത് അത് നീ എടുക്കുക എന്നാണ് പറയുന്നത്. അല്ലാതെ നീ ഞാൻ പറഞ്ഞതെല്ലാം അപ്പടി അങ്ങ് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ പരിഹാരം ചെയ്ത എല്ലാത്തിനും വർക്ക് ചെയ്യണം ചിത്ര. ഉത്സാഹിനാം പുരുഷ സിംഹം ഉപൈതി ലക്ഷ്മിയും. ഉത്സാഹിക്കുന്നവന് മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവൂ. ഇപ്പൊ ഒരു വലിയ കമ്പനി, ആ കമ്പനി ഞങ്ങളുടെ പ്രൊമോഷൻ ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ഒരു ആളെ വേണം എന്ന് ആഗ്രഹിക്കുന്നു. അവർ ആപ്റ്റായിട്ടുള്ള ഒരാളെ കോൺടാക്ട് ചെയ്യുന്നു. ഞങ്ങൾ വിദേശത്താണ്, നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ തരണം, നിങ്ങൾ ചെയ്താലേ ഗുണം കിട്ടൂ എന്ന് പറഞ്ഞാൽ ആ ആൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചിത്രയാണ്. ചിത്ര ഇവിടെ ഇരുന്നുകൊണ്ട് പ്രൊമോഷൻ ചെയ്താൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചിത്ര ബഹറിൽ പോയത്. ആ ബിസിനസ്സുകാർ വിചാരിക്കുന്നു ചിത്ര ഇതിന് പ്രൊമോഷൻ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആവൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഫ്ലൈറ്റ് കയറി പോകണം. അതാണ് വർക്ക്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ വല്ല നടക്കും? പ്രവർത്തിക്കണം. പക്ഷെ അതിന് കോൺഫിഡൻസ് തരാനാണ് നമുക്ക് ദൈവം. ദൈവം എന്ന് പറയുന്നത് ഇപ്പൊ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്ക് കോൺഫിഡൻസ് കിട്ടാൻ പല കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവന് ദൈവമാണ്. അതിനെന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത്? അവന്റെ കോൺഫിഡൻസ് അത് മറ്റൊരാളെ ബാധിക്കുന്നതല്ല. വിശ്വസിച്ചോട്ടെ. എന്തിനാണ് എതിർക്കാൻ പോകുന്നത്? നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ഈശ്വര വിശ്വാസികളെല്ലാം അങ്ങ് പരാജയപ്പെട്ടു പോകുമെന്നാണ് പറയുന്നതെങ്കിൽ അത് തെറ്റല്ലേ? അംബാനി ബിസിനസ്സിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആളാണ്, ദൈവവിശ്വാസിയല്ലേ? പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടല്ല അയാൾ വിജയിച്ചത്, പ്രവർത്തിച്ചത് കൊണ്ടാണ്. പക്ഷെ അയാൾ പ്രവർത്തിച്ച് വലിയ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും അയാൾ ഈശ്വര വിശ്വാസി ആണെങ്കിൽ അത് അയാളിൽ കൊടുത്തിട്ടുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. ശ്രീ എം എ യൂസഫ് അലി ഈശ്വര വിശ്വാസിയാണ്. അയാൾ ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹം നിസ്കരിക്കാൻ പോകുന്ന ആളാണ്. ആ ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചത്, പ്രവർത്തിച്ചത് കൊണ്ടാണ്. പക്ഷെ പ്രവർത്തിച്ച് ഇത്രയും ഉയർത്തി നിൽക്കുമ്പോഴും എന്തിനാണ് അദ്ദേഹം അങ്ങനെ തുടരുന്നത്? നിങ്ങൾ അങ്ങനെ എടുത്തു നോക്കൂ. അപ്പൊ ഈശ്വര വിശ്വാസം ഉള്ളവരെല്ലാം പരാജയപ്പെട്ടു പോകുന്നു പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ കൺമുമ്പിൽ കാണുന്ന ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നെഗ്ലക്ട് ചെയ്യുന്നത്? അപ്പൊ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അവനവന് കോൺഫിഡൻസ് ആണ്. ഈശ്വര വിശ്വാസം ഉള്ള ഒരാൾക്ക് ഇല്ലാത്ത ഒരാൾക്ക് മറ്റെന്തെങ്കിലും ആണ് കോൺഫിഡൻസ് എങ്കിൽ ഓക്കെ, നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പുറത്ത് ഈശ്വര വിശ്വാസം ഉള്ളവൻ അത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എന്തിനാണ് അവനെ എതിർക്കുന്നത്? അവൻ രക്ഷപ്പെടട്ടെ, അവർ ജീവിക്കട്ടെ. നമ്മള് എന്താ പറയാ, അംബാനിയുടെ ഒരു റീൽ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ആ ഒരു റീല് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ആളുകൾ ഇതൊക്കെ ട്രോളിയാണ് ചെയ്തത്. കാരണം ഇങ്ങനെ ചെയ്ത കാശ് വരും എന്നുള്ള രീതിയിൽ. നമ്മൾ ശരിക്കും എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ എന്താ പറയാ, പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യരുത്, നമ്മൾ ഇങ്ങനെ നമുക്കിത് വരും
എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പറയണം എന്നൊക്കെ പറയണം. ചിലർ പറഞ്ഞിട്ടുണ്ട് രക്ഷിക്കണേ എന്ന് ശിവന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കരുത്, ആള് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നിന്നെ ഭജിക്കുവതിനിന്നവൻ ഇന്ന നേരം ഇന്നേടം ഇന്ന വിധം എന്നിവയൊന്നുമില്ല. നിന്നെ ഭജിക്കുന്നതിന് ഇന്നവനെന്നോ ഇന്ന നേരമെന്നോ ഇന്ന വിധമെന്നോ എന്നൊന്നുമില്ല. നീ നമുക്ക് എന്താണോ അന്നേരം പറ്റുന്നത്, നമുക്ക് കോൺഫിഡൻസ് നൽകുന്നത് എന്തോ അങ്ങനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പറഞ്ഞാലേ ഈ കോവിഡ് സമയത്ത് എത്ര പേര് ഈ ആചാരമെല്ലാം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്? 3-4 വർഷം പോയില്ലേ? അതുകൊണ്ട് എന്താ എല്ലാവരും അങ്ങ് തീർന്നു പോയി? നമ്മൾ വീട്ടിലായിരിക്കുന്നെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നിനക്ക് അമ്പലത്തിൽ പോകുമ്പോൾ നിനക്ക് ശിവനോട് രക്ഷിക്കണമെന്നാ പറയാൻ തോന്നി, നീ അങ്ങനെ പറയുക. അല്ല ഉടനെ ശിവ നീ രക്ഷിക്കണേ എന്നവാ ഞാൻ അങ്ങനെയില്ല. സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേതു തത്പാദം യാത്രാ ശൂദ്രാചാരത എന്ന് പറഞ്ഞൊരു പദ്യമുണ്ട് ചിത്ര. ഈ നമ്മുടെ ആചാരത്തിലെ പദ്യമാണ്. എന്ത് പറയുന്നറിയോ? സ്വഗ്രാമേ പൂർണ്ണമാചാരം. നീ നിന്റെ വീട്ടിലിരിക്കുമ്പോൾ, നിന്റെ നാട്ടിൽ നിൽക്കുമ്പോൾ നിനക്ക് പൂർണ്ണമായ ആചാരങ്ങളെ പാലിക്കാം. അന്യഗ്രാമേ തദർത്ഥകം. നീ മറ്റൊരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അവിടെ നിന്റെ പകുതിയെ ചെയ്യാൻ പാടുള്ളൂ. പട്ടണേതു തത്പാദം. നീ പട്ടണത്തിൽ ചെന്നാൽ നിനക്ക് അതിൻ്റെയും പകുതിയെ ചെയ്യാൻ കഴിയൂ. യാത്രയിൽ ശൂദ്ര, നിനക്ക് ഒരു ആചാരവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി എന്ന് പഠിപ്പിക്കുമ്പോൾ പിന്നെ ഇങ്ങനെയേ ചെയ്യാവൂ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് അതായിരിക്കും കോൺഫിഡൻസ്. അതുകൊണ്ട് ആൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിലെന്ത് കഥയാണ്? അങ്ങനെ ഇഷ്ടമുള്ള രീതി പ്രാർത്ഥിക്കട്ടെന്ന്. ചിലർ പറയും നമ്മൾ തെറ്റായി മന്ത്രം ചൊല്ലിയാൽ ദൈവം വന്ന്. നമ്മൾ പഠിച്ച ഒരു മന്ത്രം കഴിവതും തെറ്റായി ചൊല്ലാതിരിക്കാൻ നോക്കുക. പക്ഷെ നമുക്ക് അത്രയും കഴിവുള്ള, ഇപ്പൊ സംസ്കൃതം എല്ലാവർക്കും ആ പറയുന്ന അതേ രീതിയിലൊന്നും ഉച്ചാരണം പറ്റില്ല. കുറച്ച് തെറ്റായിട്ട് ഉച്ചാരണം, ശിവതാണ്ഡവ സ്തോത്രം അതീപോലെ ഉച്ചരിച്ചൊന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് വെച്ചിട്ട് കോമാളിത്തം കാണിക്കാതിരിക്കുക. അടുത്തിടയ്ക്ക് ഞാൻ ഏതോ ഒരു ഇത് കണ്ടു, എനിക്ക് തോന്നുന്നു ഹരിനാമകീർത്തനം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനെ വേറൊരു രീതി വൾഗറായിട്ട് പറഞ്ഞുകൊണ്ട് പാടും. അതെന്തിനാണ്? എത്ര മനോഹരമാണ് ഹരിനാമകീർത്തനം, എത്ര മനോഹരമായിട്ടത് ജപിക്കാൻ കഴിയുന്നതാണ്. കേട്ടോ? ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യ രൂപഹരി നാരായണായ നമ. ഞാൻ ഇങ്ങനെയാണ് ചൊല്ലുന്നത്. വേറെ രീതി ചൊല്ലുന്ന ആളുകൾ ഉണ്ടാവും. അതില് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ പിന്നെ ദൈവദശകം, ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം, അത് ഓരോരുത്തർ ഓരോ രീതിയിൽ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ചൊല്ലും. എൻ്റെ അമ്മ ചൊല്ലുന്നത് കേട്ടാണ് ഞാൻ പഠിച്ചത്. എനിക്കത് ഭയങ്കര വൈകാരികമായി തോന്നുന്ന രീതിയിലാണ് അമ്മ അത് ചൊല്ലിയിട്ടുള്ളത്. അത് ചിലപ്പോൾ അമ്മ ചൊല്ലുന്ന അതേ രീതിയിലായിരിക്കത്തില്ല മറ്റൊരാൾ ചൊല്ലുന്നത്. അതാണ് ശരി, അമ്മ ചൊല്ലുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അതെന്താ? അമ്മയ്ക്ക് ഏതാണോ ഏകാഗ്രത കിട്ടുന്ന അമ്മ അങ്ങനെ ചൊല്ലട്ടെ. ഇത് അവർക്ക് അങ്ങനെ കിട്ടുമ്പോ എൻ്റെ അമ്മ അതല്ല ശരി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അവർക്ക് എങ്ങനെയാണോ ഏകാഗ്രത കിട്ടുന്നത് അത് ചൊല്ലും. അമ്മ ചൊല്ലുന്നത് എങ്ങനെയെന്നറിയോ? ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്കോ രാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ളം നിന്നില സ്പന്ദമാക്കണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാക്കണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കുവിൽ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം
പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഇത് എന്റെ അമ്മ ചൊല്ലുന്നത് എങ്ങനെയാണ്. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ളത് വേറൊരു ടോണായിരിക്കും. എന്താണ് ആ ടോൺ അറിയാവോ? സ്കൂളിൽ പാടിക്കൊണ്ടിരുന്നത് വരെ ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ. അങ്ങനെ ഞാൻ വേറെ ടൂണിലൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എന്റെ അമ്മ ചൊല്ലിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിതാ ഇഷ്ടം. ഇതാണ് പ്രിയപ്പെട്ടത്, ഏറ്റവും പ്രിയപ്പെട്ടത്. ഇപ്പൊ നമ്മളുണ്ടല്ലോ, ഞാൻ നേരത്തെ ഹരിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ നാഡീ ജ്യോതിഷം നോക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവര് എല്ലാം സംസാരിച്ചതിന് ശേഷം ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കർമ്മഫലം കൊണ്ടിട്ട് നമുക്കിത് മാറി വരും എന്നുള്ളത്. അപ്പോൾ ഈ കർമ്മഫലം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ജ്യോതിഷം സഹായിക്കും. ഈ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം. ഞാൻ ജീവിതത്തിൽ ചെയ്തൊരു കർമ്മം എനിക്ക് ഇപ്പൊ വളരെ തെറ്റായിട്ട് തോന്നുന്നൊരു കർമ്മമുണ്ട്. എന്തെന്നറിയോ? ഞാൻ അങ്ങ് വെറുതെ ഒരു മാന്യനാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി. സത്യമായിട്ട് ഇന്ന് എനിക്കതിൽ കുറ്റബോധമുണ്ട്. കാരണം ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ജനങ്ങളൊന്നും മാറുന്നില്ല. ഞാൻ ചിത്ര എടുത്ത് പറയാം, ചിത്രയ്ക്ക് എത്രയോ വർഷമായിട്ട് നമ്മൾ അറിയാവുന്നവരാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇച്ചിരി ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ് ഒരു കാര്യത്തെ ഞാൻ കള്ളമായിട്ട് അവതരിപ്പിക്കത്തേയില്ല. എൻ്റെ മുമ്പിൽ ഒരാൾ വിഷമിച്ച് വന്നാൽ അവരിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം, അവർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത് വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ദിവസവും ഡയറക്റ്റ്ലി ഒത്തിരി ആളുകളോട് സംസാരിക്കുന്ന ഒരാളാണ്. വന്നിട്ടുള്ള ഒരാൾ ഫേക്ക് ഐ ഡി എന്ന് വന്നിട്ട് ചിലപ്പോൾ കമന്റ് ഇടുമെന്നല്ലാതെ ഒരാൾ പോലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ പേടിപ്പിച്ച് പൈസ മേടിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, ഇതുവരെ അത് ചെയ്തിട്ടുമില്ല. പക്ഷെ ഇന്ന് അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളവരെല്ലാം പൈസയൊക്കെ ഉണ്ടാക്കി ലക്ഷാധിപതികളായി ജീവിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ അപവാദം എന്ന് പറയുന്നത് ഒരാളെ പറ്റിക്കുന്നില്ലെന്ന് പറയുന്നതും സത്യസന്ധനാണെന്ന് പറയുന്നതും ആരെയും ചതിക്കാതെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്നതാണെന്ന് ഞാൻ പറയും. എന്തിനാണ്? എന്ത് ഗുണമാണുള്ള ആളുകൾ മാറിയോ? ഇവിടെ അനാചാരങ്ങൾ കുറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ, നിങ്ങൾക്ക് ഒരിക്കലും കേട്ടാൽ ഇത് എന്താ പറയുന്നതെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ ആചാരങ്ങളെ പറ്റി വന്നിരുന്ന ഒരാൾ പറഞ്ഞാൽ സൂപ്പറാന്ന് പറയുന്ന ആളുകളാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവന് വേറെ പണിയില്ലെന്ന് പറയും. ഈ നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രവചനങ്ങളായിട്ടാണ്, ഓക്കെ ഇതാണ് സംഭവം എന്നുള്ളത് അവരിങ്ങനെ പറയുമെങ്കിലും ഹരിച്ചേട്ടൻ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കാണുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിപ്പം ആ ഒരു ബ്ലെൻഡ് എങ്ങനെയാ? അതായത് ഇപ്പം ഓക്കെ ഇന്ന ആൾക്ക് ഇന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെ സോൾവ് ചെയ്യാന്നും മിക്സ്, അതായത് ഒരു ജ്യോതിഷം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇതിനകത്തൊരു പ്രശ്നം എന്താ പറയുക, ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പൊ ഞാൻ ജ്യോതിഷം എന്നുള്ളത് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവരെടുത്ത സൊല്യൂഷൻസ് നമ്മൾ അറിയുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങൾക്കും വളരെ രസകരമായ റെമഡീസ് കൊടുക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റും. ജ്യോതിഷത്തിൽ ഈ റെമഡികളുടെ നിയമങ്ങളും ഉണ്ട്. ഇതിനെ ഒന്ന് രസകരമാക്കി അവതരിപ്പിച്ചാൽ മതി. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരാൾ, ഇപ്പം ആധുനികമായ എന്തെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിൽ അയാൾക്ക് ആ ബിസിനസ്സിൽ നമ്മൾ ജ്യോതിഷ ഐഡിയയോ വാസ്തു ഐഡിയയോ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ ഐഡിയാസ് പറഞ്ഞു കൊടുക്കണം. ആ പ്രാക്ടിക്കൽ ഐഡിയാസ് നിങ്ങളാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ബിസിനസ് ചെയ്ത് തകർന്ന ആളുകളും വരും, രക്ഷപ്പെട്ട ആളും വരും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന് സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ആളുകൾ വരും. ഇവരിൽ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മാർഗമാണ്. ഒരാളുടെ പ്രശ്നം സോൾവ് ചെയ്തത് ചിലപ്പോൾ മറ്റൊരാൾക്കൊരു മാർഗമായിരിക്കും. അതൊരു ജ്യോത്സ്യൻ അറിയാവുന്നത് പോലെ ആർക്കറിയാം? ഇപ്പം ഞാനെന്നുള്ള വ്യക്തിയെ മാറ്റി നിർത്തും. ഒരു ആസ്ട്രോളജറുടെ അടുത്ത് ഇതുവന്ന് പറയില്ലേ? ഇത് മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ അവതരിപ്പിച്ചാൽ മതി ചിത്രയെ. ഇപ്പം എനിക്ക് ചിത്രയുടെ അടുത്ത് ഒരു കാര്യത്തെ, അത് പ്രപഞ്ചത്തിന്റെ അഗന്ധതയിലെ അഗാധ നീലിമയിലുള്ള ഒരു വിസ്ഫോടനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പണ്ഡിതനാണെന്ന് പറയും. ഇത് പച്ച മലയാളത്തിൽ ഒന്നുമില്ലെന്നേ, അറിയുമ്പോൾ മേഘത്തിൽ നിന്ന് ഇങ്ങനെ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ഡിതനല്ലാതാവും. നമുക്കിത് അറിയത്തില്ല, പോയി പഠിച്ചിട്ട് വരാൻ പറയും. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം, മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാം.
തന്ത്രസമുച്ചയത്തിൽ ഒരു പദ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശബരിമല യുവതീ പ്രവേശ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്യമാണ്. ക്ഷേത്രേ മൃതിർ ജനനമങ്കണ മണ്ഡപാദോ മൂത്രാസൃഗാധിപതനം പതിതാദിവേശ സോലൂകൃദ്രകരടശ്വകരോഷ്ടകോല ക്രോഷ്ട്യക്ഷടുണ്ടുപ പുരസ്സര ഗർഭവേശ എന്നൊരു പദ്യം. ഈ അടുത്തിടയ്ക്ക് ആരോ ഫേസ്ബുക്കിൽ അത് ഇട്ടേക്കുന്നത് കണ്ടു. അതിൽ പറയുന്നത് പറയനും പുലയനും മണ്ണാനും കണിയാനും തട്ടാനും ഈഴവനും അടക്കമുള്ള ജാതികൾ ക്ഷേത്രത്തിൽ കയറിയുള്ള അശുദ്ധിയാണെന്നാണ്. അപ്പൊ ഇതിങ്ങനെയും പറഞ്ഞു കൊടുക്കാം. എന്നാൽ പതിത എന്ന് പറയുന്ന ശബ്ദത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. പതിത എന്ന ശബ്ദത്തിന്റെ അർത്ഥം ജാതിയല്ല. പതിത എന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്വധർമ്മയ പരിത്യജ്യ പരധർമ്മം സമാശ്രയേത് അനാപതിജ വിദ്വദ്ഭി പതിത പരികീർത്തിത എന്നാണ്. സ്വന്തം ധർമ്മം വിട്ടിട്ട് മറ്റൊരു ധർമ്മം ആരാണോ അനുഷ്ഠിക്കുന്നത് അവനാണ് പതിതനല്ല, ജാതി വ്യവസ്ഥയല്ല പറയുന്നത്. ഇത് മറ്റത് പറഞ്ഞാൽ പണ്ഡിതനായി, ഇത് പറഞ്ഞാൽ ഒന്നും അറിയാത്തവനായി. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിത് രണ്ട് രീതിയിൽ അവതരിപ്പിക്കാം. ഇതിപ്പോ ഞാൻ പച്ച മലയാളത്തിൽ പറയുമ്പോൾ എനിക്ക് തെറി, എന്നാൽ എനിക്കിത് തന്നെ നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് പ്രാക്ടിക്കലി ഈ പൊരുത്തം നോക്കിയാൽ, പൊരുത്തം എന്ന് പറയുന്നത് ജ്യോതിഷത്തിന്റെ അഖണ്ഡതയിൽ ഊന്നി നിന്നുള്ള ഒരു അനാഥത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നിങ്ങൾ തലയാട്ടും. എന്തൊരു മനുഷ്യനാണ് ഞാൻ. നമ്മൾ പൊതുവെ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, നമുക്ക് മോശം സമയം വരുമ്പോ എന്താ പറയാ, സ്വാഭാവികമായിട്ടും ഇതിപ്പോ ഈ ജ്യോതിഷത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും പറയും, ഓ ശനിയുടെ ദോഷമാണ്, സൂക്ഷിക്കണം, അല്ലെങ്കിൽ കണ്ടകശനിയാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ തമാശക്ക് പറയാറുണ്ട്. ഈ മോശം സമയവുമായിട്ട് നമ്മുടെ ശനി ഭഗവാന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? അതായത് ജ്യോതിഷത്തിൽ കണ്ടകശനി ഏഴരശനി എന്നൊക്കെ പറയുന്നത് കുറച്ച് പൊതുവെ മോശം സമയമായിട്ടാണ് കണക്കാക്കുന്നത്. കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആളാണ് ശനി എന്നുള്ള നിലയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതും അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അർച്ചനയും നീരാജനവും നടത്തുക എന്നുള്ളതുമാണ്. പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെയല്ല. അതായത് ജ്യോതിഷത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ പല ഗ്രഹസ്ഥിതികളിലും പലതരത്തിലാണ്. ചിലർക്ക് ശനി യോഗകാരകനാണ്, അവർക്ക് കണ്ടകശനിയും ഏഴരശനിയും ഒക്കെ നല്ലതായിരിക്കും. ചിലർക്ക് മോശമായിരിക്കും. ഈ മോശവും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, ഓരോ ജാതകർക്കും ഓരോ രീതിയിലാണ്. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. മനസ്സിലായി? അപ്പൊ അല്ലാതെ എല്ലാവർക്കും കണ്ടകശനി മോശമെന്നോ എല്ലാവർക്കും ഏഴരശനി മോശമെന്നോ എല്ലാവർക്കും ശുക്രദശ നല്ലതെന്നോ ശുക്രന്റെ ഇത് നല്ലതെന്നോ ഇല്ല. ചിലർക്ക് മോശവും ചിലർക്ക് നല്ലതുമാണ്. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അങ്ങനെ നമുക്ക് ഇങ്ങനെ മാറ്റാൻ, അതായത് ശനിദോഷം, അതിനാണ് ഇപ്പൊ കണ്ടകശനി സമയമാണെങ്കിൽ നിങ്ങൾക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവാം, ദർശനം നടത്താം, എള്ളു പായസം നടത്താം, എള്ളു കിഴി കെട്ടി വീട്ടിൽ ദീപം പ്രകാശിപ്പിക്കാം, അർച്ചന നടത്താം, നീരാജനം നടത്താം. ഒപ്പം നിങ്ങൾ ഹാർഡ് വർക്കും ചെയ്യണം. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, സ്വാതി തിരുനാളിന്റെ ആ ഒരു സമയത്ത് ആണോ, സ്വാതി തിരുനാളിനെ ആണോ എന്ന് എനിക്കറിയില്ല, ആള് വയറ്റില് കിടന്നിരുന്ന ആ ഒരു സമയത്ത് തന്നെ അന്നുണ്ടായിരുന്ന ജ്യോത്സ്യൻ ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന സമയത്ത് ജനിക്കും. അതായത് ഫുൾ ജാതകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ പറ്റുമോ? അങ്ങനെ നമ്മൾ പറയുന്ന സമയത്തൊക്കെ പ്രസവിക്കത്തില്ലേ? ഈ തോട്ടൊക്കെ അന്നേ വന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതായത് പറയുന്ന സമയത്ത് പ്രസവിപ്പിച്ചെടുക്കാമെന്ന് സിസേറിയൻ ഒന്നും ഇല്ലാത്തൊരു കാലത്ത് പോലും അങ്ങനെ ഒരു തോട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു അത്ഭുതം. ദൈവികമായിട്ടുള്ള കഴിവോ? അല്ലെങ്കിൽ എനിക്ക് ഞാനത് അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്, ഞാൻ പഠിച്ചിട്ടില്ലാത്ത, വായിച്ചപ്പം ചിത്ര പറയുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്റെ പരിമിതമായ അറിവുകൊണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ നല്ലതാണ്. അത്രയും അറിവും പാണ്ഡിത്യമുള്ള ആളുകൾ നമ്മുടെ പൂർവികരായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. ഇപ്പോഴത്തെ പഠിത്തത്തിന്റെ പോരായ്മ കൊണ്ടും ആവാം. ഇപ്പൊ അങ്ങനത്തെ ജ്യോത്സ്യന്മാരില്ലെന്നും ചിത്ര തന്നെ പറഞ്ഞു. അല്ല, എനിക്ക് അറിയത്തില്ല, എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. പെട്ടെന്ന് ഈ ഒരു സംഭവം ഞാനൊരു വലിയൊരു ഫംഗ്ഷന്റെ ഇടയിലാണ് ഞാൻ കേട്ടത്. അപ്പം ആള് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടായിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ചിലപ്പോ എന്റെ അറിവ് ഇല്ലായ്മ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ടാകാം, എനിക്കതറിയില്ല. ഇപ്പോ ഈ സമയത്തിലൊക്കെ എന്താ പറയാ, ഒരു ഇന്ന ഒരു സമയം, ഒരു ഇന്ന മിനിറ്റോ സെക്കൻഡോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫുൾ ജാതകം തന്നെ മാറോ? അല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ദശാകാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ജ്യോതിഷത്തില് സമയം മാത്രമല്ല, ജനിച്ച സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്, എവിടെ ജനിച്ചു എന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട്. പിന്നെ ജാതകം എന്ന് പറയുന്ന ഈ ഫലസൂചികകൾ എന്നുള്ളതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്നല്ല ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോയിന്റ് അതാണ്. ഈ സത്യത്തിൽ ജാതകത്തിൽ എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഇന്ന പീരീഡുകളിൽ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എഴുതേണ്ടത്. അല്ല നീ ഇങ്ങനെ ആയി തീരും, നീ ഇങ്ങനെ നശിച്ചു പോകുമെന്ന് എഴുതിയാൽ ഓട്ടോമാറ്റിക്കലി അവർ നശിച്ചു പോകും. നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നം നെഗറ്റീവുകളെ നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് എടുക്കും. ഇതിനകത്ത് അപകടമുണ്ട് ചിത്രയെ. ഈ ജാതകം എഴുതുമ്പോ പഠിച്ചാൽ വലിയ പ്രയോജനം കിട്ടില്ല എന്നൊക്കെ എഴുതിയാൽ ആ കുഞ്ഞത് വിശ്വസിച്ചിട്ട് ചിലപ്പോൾ പ്രയോജനം ഇല്ലാതായി പൂക്കളെ. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഇന്ന ജാതകക്കാര് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പ്രശ്നമാണ്, അല്ലെങ്കിൽ അമ്മാവന് പ്രശ്നമാണ്, അമ്മയ്ക്ക് എപ്പോഴും രോഗമായിരിക്കും, ഇന്നതൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ പേടിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഈ പകുതി പറഞ്ഞു നിർത്തുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്.
അത്തേ പിതാ മാതുല തസ്യ മാതാ പുരാട മാതാപിതൃമാതുലൻ താൻ പുഷ്യേ സ്വയം മാതൃപിതുച്ഛ മാതുലാൻ ഇത്യേവ ദോഷ ഭവന്തി എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. അത്ത നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴികൽ പിതാവിന് ദോഷം, അത്തേ പിതാ രണ്ടാമത്തെ 15 നാഴികൽ അമ്മാവന്, അങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ശേഷം ഒരു പദ്യമുണ്ട് ചിത്രേ. അത്തവും കുചവാരം ച സപ്തമി വനിതാദിയും പൂരാടം മന്ദനും റിക്ത ചാപരാശികളും ക്രമാൽ പൂയവും ബുധവാരം ച പ്രതിപദം കർക്കിരാശിയും ഇവ യോജിപ്പ് കാൽദോഷം അല്ലായെങ്കിൽ പഴുതുപാദമാം എന്നൊരു പദ്യമുണ്ട്. അത്ത നക്ഷത്രം മാത്രമാണെങ്കിൽ ദോഷമില്ല. അത്ത നക്ഷത്രമായിരിക്കണം, ചൊവ്വാഴ്ച ദിവസമായിരിക്കണം, സപ്തമി തിഥി ആയിരിക്കണം, കന്നിരാശി ലഗ്നം കൂടെ വരണം. ഇത്രയും കണക്ട് ചെയ്ത് വരണം. പൂരാടം മന്ദനും റിക്ത ചാപരാശികളും ക്രമാൽ പൂരാട നക്ഷത്രമായിരിക്കണം, ശനിയാഴ്ച ദിവസമായിരിക്കണം, ചതുർത്ഥി നവമി ചതുർദശി തിഥിയായിരിക്കണം, ധനുരാശി ലഗ്നം വരണം. പൂയവും ബുധവാരം ച പ്രതിപദം കർക്കിരാശിയും പൂയ നക്ഷത്രമായിരിക്കണം, ബുധനാഴ്ച ദിവസമായിരിക്കണം, പ്രതിപദം തിഥിയായിരിക്കണം, കന്നിരാശി ലഗ്നം കൂടെ വരണം. ഇത്രയും വന്നെങ്കിലാണ് ദോഷം. ഇത്രയും കൂടെ ചേർത്ത് ഒരു കുഞ്ഞൊന്നും ജനിക്കത്തില്ല. ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതിയവര് മണ്ടന്മാരല്ല, പക്ഷെ ഇത് പകുതി എടുത്തു വെച്ച് അവതരിപ്പിക്കുന്ന ഒരു കുറ്റക്കാരൻ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഈ പേടി വരുന്നത്. ചിത്ര പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇതൊരു കുഞ്ഞിനോട് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ പേരൻസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അമ്മാവനൊക്കെ ടെൻഷൻ അടിച്ച് മരിച്ചു. അല്ല, എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ചിത്ര ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ദോഷമാണ്. ചിത്ര പിറന്നാൽ അത്ര തോണ്ടുന്നൊക്കെ ഒരു നാട്ടിലെ മൊഴിയുണ്ട്. കള്ളത്തരമാണ്. അങ്ങനെ ജ്യോതിഷത്തിലില്ല. എന്റെ അച്ഛൻ ചിത്രയെ, എന്റെ അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, കുറച്ചുകൂടെ അപ്പുറപ്പുറമുള്ള വസ്തു മേടിച്ചിട്ടേ ഉള്ളൂ. മനസ്സിലായോ? നല്ല രീതിയിലെല്ലാം ജീവിച്ചു പോയതേ ഉള്ളൂ. വെറുതെ പറയുന്നു. പിന്നെ ദാനശീലരാണ്, അതുകൊണ്ടായിരിക്കാം കൊടുക്കും. അപ്പൊ പിന്നെ കൊടുക്കുമ്പം ഇല്ലാണ്ടാവുമല്ലോ, തിരിച്ചു കിട്ടത്തുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അതേ പറയാം, അതിനൊക്കെ ഒരു കാരണം ചിലപ്പോ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം പറഞ്ഞാന്നാ എനിക്കും തോന്നുന്നു. എന്തായാലും താങ്ക് യു ഹരിച്ചേട്ടാ. എന്താ പറയാ, കുറച്ച് നാൾ കൂടിയാണ് കണ്ടത്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ അവന് കുറെ നാളായില്ലേ, 1 വർഷമായിട്ട് ആയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. ചിത്രയും ഞങ്ങൾ വലിയ സൗഹൃദമാണ്, കുറെ നാളായിട്ട് പറയുന്നതാണ്. ഇനി വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.